പബ്ലിക് സർവീസ് കമ്മീഷൻ PSC ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ള വയസ്സ് കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പം 45 വയസ്സ് വരെയൊക്കെ പോകും. എല്ലാം കൂടി കണക്കാക്കുമ്പോൾ 45 വയസ്സ് വരെ ഉള്ളവർക്കും അപേക്ഷിക്കാം. വിവിധ വിഭാഗങ്ങളിലെ പട്ടികജാതി പട്ടികവർഗം, പിന്നെ അംഗപരിമിതക്കാർ എല്ലാവരെയും കൂടെ കണക്കെടുത്ത് വരുമ്പോൾ 45 വയസ്സ് വരെ പോകും. ഇനി 45 വയസ്സിലേക്ക് പോയി കഴിയുന്ന ഒരാളിന് 45ാമത്തെ വയസ്സിൽ അദ്ദേഹം ലിസ്റ്റിൽ വന്നാൽ 3 വർഷം ലിസ്റ്റ് കിടക്കുക. അപ്പോൾ 48 വയസ്സാവും. അപ്പോൾ 56 വയസ്സ് വരെയാണ് പെൻഷൻ പ്രായമെങ്കിൽ 48 വയസ്സുള്ള ഒരാൾ കയറിയാൽ 48 2 50 മാറും. 8 വർഷമേ സർവീസ് കിട്ടൂ. എന്ത് പെൻഷൻ കിട്ടാനാണ് 8 വർഷം? മാത്രമല്ല, ഒരാൾ ഡിഗ്രി എടുത്താൽ 20 വയസ്സിൽ ഡിഗ്രി എടുത്താൽ, അല്ലെങ്കിൽ 18 വയസ്സിൽ SSLC പാസ്സായി 18 വയസ്സിൽ +2 ഒക്കെ പാസ്സായി നിന്ന് കഴിഞ്ഞാൽ 48ാമത്തെ വയസ്സിലാണ് ജോലി കിട്ടുന്നതെങ്കിൽ 30 വർഷം കാത്തിരുന്നതിന് ശേഷം ജോലി കിട്ടുമ്പോൾ കല്യാണം കഴിക്കാനും പറ്റത്തില്ല, കുടുംബവും ആവത്തില്ല, മക്കളും ആകത്തില്ല. പെൺപിള്ളേരെല്ലാം കയറി ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാമെന്ന് കൂടെ പറഞ്ഞ് നിന്നാൽ വയസ്സായവരുടെ പ്രസവമായിരിക്കും ഇവിടെ ഇനി അടുത്ത് വരാൻ പോകുന്ന സാമൂഹ്യ വിഷയം. ഇതൊന്നും കണക്കിലാക്കാതെ അങ്ങ് പെൻഷൻ പ്രായം നമ്മുടെ അപേക്ഷിക്കാനുള്ള പ്രായം കൂട്ടി നല്ലതാണെന്ന് തോന്നുന്നു. ഒറ്റ നോട്ടത്തിൽ നല്ലതല്ല. ശരിക്കും പറഞ്ഞാൽ നേരത്തെ ജോലി കൊടുക്കുകയും പെൻഷനും അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടിയിരുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പെൻഷൻ പ്രായം കൂട്ടുമോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. കൂട്ടുമെങ്കിൽ ഏത് ഗവൺമെൻറ് കൂട്ടുമെന്നറിയില്ല. എന്തായാലും 48 വയസ്സിൽ ഒരാൾ ജോലി കിട്ടുമ്പോൾ 56 വയസ്സിൽ ഇറങ്ങിപ്പോകുന്നത് കഷ്ടമാണ്. ഇനി അഷ്വേർഡ് പെൻഷൻ എന്ന് പറഞ്ഞത് 60 വയസ്സ് വരെ കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ 48 2 50 10 14 വർഷത്തെ ജോലി കിട്ടും. അത് നമുക്കറിയത്തില്ല എന്താണ് സംഭവിക്കുകയെന്ന്. 14 12 വർഷത്തെ ജോലി കിട്ടും. അതും നമുക്കറിയത്തില്ല എന്താണ് സംഭവിക്കുക എന്നറിയത്തില്ല. രാജ്യത്ത് വിവിധ തരത്തിലാണ്. സംസ്ഥാനം തന്നെ നിങ്ങളെടുത്ത് നോക്കൂ. 65 വയസ്സ് വരെ ജോലി കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ഇവിടെ. 62 വയസ്സ് വരെ ജോലി കൊടുക്കുന്ന സംവിധാനമുണ്ട്. 60 വയസ്സ് വരെയുണ്ട്, 58 വയസ്സ് വരെയുണ്ട്, 56 വയസ്സ്. ഇതിനൊന്നും ഒരു വ്യവസ്ഥയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് പുതിയ ഗവൺമെൻറ് VD സതീശനാണ് മുഖ്യമന്ത്രിയായി വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ UDFൻ്റെ മുഖ്യമന്ത്രിയാണ് വരുന്നതെങ്കിൽ, നിങ്ങൾ ആദ്യം പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് ഈ പെൻഷനെ സംബന്ധിക്കുന്ന കൃത്യമായ ഒരു ക്ലാരിറ്റി കൊണ്ടുവരൽ, ഒരു ഏകീകൃത രൂപം കൊണ്ടുവരൽ. മാത്രമല്ല, ഈ പെൻഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ചും ചില ധാരണകൾ ഉണ്ടാകണം. 56 വയസ്സിൽ അല്ലെങ്കിൽ 58 വയസ്സിൽ പെൻഷനാകുന്ന 56 വയസ്സിൽ പെൻഷനാകുന്ന ഒരാളിന് 60 വയസ്സ് വരെ ഒരു പെൻഷനായിരിക്കണം. 60 കഴിഞ്ഞാൽ പിന്നെ പെൻഷൻ കുറച്ചുള്ള ഡെമിനിഷിങ് റേറ്റിലായിരിക്കണം പെൻഷൻ കൊടുക്കണം. കാരണം 80 വയസ്സായ ആളിന് സ്റ്റേറ്റ് വീണ്ടും അത്രയും പണം കൊടുക്കേണ്ട കാര്യമില്ല. അവർക്കതിൻ്റെ ആവശ്യമില്ല. ആ പണം, അത്രയും വലിയ പണം അവർക്ക് ഇട്ടിട്ടൊന്നും ചെയ്യാനില്ല. മക്കളും ചെറുമക്കളും എല്ലാം നല്ല നിലയിലെത്തിയവരായിരിക്കും. സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കളൊക്കെയാണ്. പിന്നെ അവർക്ക് ഈ പണം കിട്ടിയിട്ടൊന്നും ചെയ്യാനില്ല. പലരും കൊണ്ട് FDയിലും അവിടെ എവിടെയാണ് ഇട്ടിരിക്കുന്നത്. അതേസമയം അവർക്കാവശ്യമായ സാമ്പത്തിക പാക്കേജുകളും, അതുപോലെ ആരോഗ്യ പാക്കേജുകളും, ഇൻഷുറൻസ് പാക്കേജുകളും, യാത്രാ സൗകര്യങ്ങൾക്കുള്ള പാക്കേജുകളും, ഫുഡ് പാക്കേജുകൾ, അങ്ങനെ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിനും അവർക്ക് ജീവിതം എൻജോയ് ചെയ്യുന്നുള്ള ഹാപ്പിനെസ് ഇൻഡെക്സ് കൊണ്ടുവരികയും അതിനുള്ള പാക്കേജുകൾക്ക് ഈ പണം മുടക്കുകയാണ് ചെയ്യേണ്ടത്. ആ പണം ഓരോ വ്യക്തിക്കും കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ പെൻഷൻ സ്കീം സമഗ്രമായി പരിഷ്കരിക്കണം. 56 വയസ്സ് കഴിഞ്ഞാൽ ഭാര്യയ്ക്കും ഭർത്താവിനും പെൻഷൻ ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് 2 പെൻഷൻ പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് 2 പേർക്കും പെൻഷൻ കൊടുക്കേണ്ടെന്നല്ല. അത് പിന്നെ ഭരണഘടനാ വിരുദ്ധമാകും. എന്നാൽ 2 പേർക്കും പെൻഷൻ ഉണ്ടെങ്കിൽ പെൻഷൻ്റെ റേറ്റ് ഡെമിനിഷിങ് റേറ്റിലേക്ക് മാറ്റണം. ഒരാളിനെ പെൻഷൻ ഉള്ളെങ്കിൽ അതും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റണം. എന്തായാലും വർഷം കൂടുന്നതനുസരിച്ച് പെൻഷൻ കൂടുകയല്ല വേണ്ടത്, പെൻഷൻ കുറച്ചാണ് കൊടുക്കേണ്ടത്. ആ തുകയെടുത്ത് മറ്റു കാര്യങ്ങൾ ചെയ്ത് അവർക്ക് അതിനൊരു ഫ്രീ കൊടുത്തുകൊണ്ടുള്ള സേവന സൗകര്യങ്ങൾ കൊടുക്കുന്ന പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവരുമോ എന്നാണ് നമുക്കറിയേണ്ടത്. എന്തായാലും പെൻഷൻ പ്രായം കൂട്ടുമോ ഇല്ലേ എന്നുള്ളത് വരുന്ന വർഷങ്ങളിൽ അറിയാം. മെയ് കഴിഞ്ഞ് വരുന്ന ഗവൺമെൻറ് ചിലപ്പോൾ കൂട്ടാൻ തന്നെയാണ് ഏറ്റവും വലിയ സാധ്യത. ഇപ്പോൾ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ കൂട്ടാനുള്ള സാധ്യത കാണുന്നില്ല. അങ്ങനെ കൂട്ടിയാൽ ഒരുപക്ഷെ അത് ഇലക്ഷന് യുവാക്കൾ കൈവച്ചാലോ എന്ന് ഭയന്ന് ഇപ്പോൾ കൂട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്.